Hello and welcome to all. Season's greeting to everyone. I, Sindhu George. And I'm Maria Albi. Welcome you all to this online talent competition organized by KCA Nagpur, that is Jingle Bells 2020. നമസ്കാരം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളാശംസകൾ. കഴിഞ്ഞ ഒരു വർഷം ലോകത്തെ മാറ്റിമറിച്ച ഒരു വർഷമായിരുന്നു. COVID-19 എന്ന മഹാമാരി ജീവിതം തന്നെ മാറ്റിമറിച്ചു. വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായെങ്കിലും ഈ സന്ദർഭം നമ്മെ വളരെ കാര്യങ്ങൾ പഠിപ്പിച്ചു. വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു വർഷം, വീടുകളിലിരുന്ന് ജോലി ചെയ്യാമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു വർഷം, വളരെയധികം യാത്രകൾ ആവശ്യമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു വർഷം, ലോകം മുഴുവൻ ഒരുമിച്ച് കൂടി നിന്ന് ഒരു മഹാമാരിയെ പോരാടിയ ഒരു വർഷം. 2020 ജനുവരി 26 നാം ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം KCA കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ ഒരവസരം ലഭിച്ചില്ല. അതിനാൽ എക്സിക്യൂട്ടീവ് ബോഡിയും ഗവേണിംഗ് ബോഡിയും ചേർന്ന് ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു തീരുമാനമെടുത്തു. ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ നടത്താമെന്ന്. അതിലേക്കായി മിസ്സസ് സിന്ധു ജോർജിനെയും മിസ് മരിയ ആൽബിയെയും കോർഡിനേറ്റേഴ്സായി തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അവരവരുടെ ഏരിയയിൽ പ്രെയർ ഗ്രൂപ്പുകളിൽ ഇൻഫോം ചെയ്തു. പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടത്തി. സിംഗിങ് കോമ്പറ്റീഷൻ, ഡാൻസിങ് കോമ്പറ്റീഷൻസ്, ഫാൻസി ഡ്രസ്, കുക്കിംഗ് കോമ്പറ്റീഷൻ, ക്രിപ്പ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഇവയെല്ലാം നടത്തി. പുറത്തുനിന്നും ജഡ്ജസിനെ വരുത്തി വിജയം നിർണയിച്ചു. ഈ മാസം 5-ാം തീയതി SFS കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് റവറൻഡ് ഫാദർ ആൻ്റണി ഡിസൂസ പാരിഷ് പ്രീസ്റ്റ്, റവറൻഡ് ഫാദർ ജോമിസ് അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റ്, റവറൻഡ് ഫാദർ ജോസഫ് പനക്കൽ ബരഡി പാരിഷ് പ്രീസ്റ്റ് ഇവർ വിജയികളെ അനുമോദിക്കുകയും സമ്മാനദാനങ്ങൾ നടത്തുകയും ചെയ്തു. ലോകമെമ്പാടും ആഘോഷിക്കുന്ന, ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. ക്രിസ്തുനാഥൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ ലഭിച്ചവർ ആരാണ്? അത് നമ്മെ ക്രിസ്തുരാജൻ ഒരു വാക്കിൽ പഠിപ്പിക്കുന്നു: സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാകണം ഈ സ്നേഹം. മാതാപിതാക്കന്മാർ തമ്മിലും, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലും, സഹോദരി സഹോദരന്മാരും സ്നേഹമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദൈവകൃപ ലഭിച്ചിരിക്കും. ദൈവകൃപ കിട്ടിയ മക്കൾക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദയ, സ്നേഹം, കരുണ, വാത്സല്യം, ആത്മസമർപ്പണം ഇവയെല്ലാം ദൈവകൃപയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 2021 ഒരു ദൈവകൃപയുടെ വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. Christmas
എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയുമാണ്. ഒപ്പം വിനയവും സമാധാനവും ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളാണ്. എന്നാൽ അതിനുമപ്പുറം ക്രിസ്മസ് ഒരു വലിയ പ്രതീക്ഷയാണ്. ഒരു നല്ല നാളെ പടുത്തുയർത്തുവാൻ എത്തുന്ന രക്ഷകൻ്റെ വരവിനായുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ് ക്രിസ്മസ്. ഡിസംബർ 25 നമ്മൾ ലോകരക്ഷകൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ അതിനോട് ചേർന്ന അടുത്ത ആഴ്ച നാം പുതുവത്സരവും ആഘോഷിക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ക്രിസ്മസ് രക്ഷകൻ്റെ വരവാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായ ഒരു നവയുഗമാണ് പുതുവർഷം. പുതിയ സന്തോഷത്തോടൊപ്പം നികത്താനാകാത്ത നഷ്ടങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് ഒരു വർഷം കാലയവനിയിലേക്ക് മറയുകയാണ്. കാലചക്രം ആർക്കും വേണ്ടി കാത്തിരിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന് പിറകിൽ ഇത്തിരി കിതപ്പോടെ നമ്മളും. സ്നേഹവും സന്തോഷവും സമാധാനവും പങ്കുവെക്കലുമാണ് രക്ഷകനായ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ന്യൂ ഇയറും നമ്മളുടെ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും പൂർത്തീകരണവും പുതിയ നല്ല തീരുമാനങ്ങളുടെ ആരംഭവുമാകട്ടെ. നന്ദിയുണ്ട് എല്ലാവരോടും. സൗഹൃദത്തിന് കൈ തന്നവരോട്, ശത്രുതയോടെ വിട്ടുപിരിഞ്ഞവരോട്, കണ്ണുനീർ അണിയിച്ചവരോട്, കണ്ണുനീർ തുടച്ച് കൂടെ നിന്നവരോടും, സ്നേഹിച്ചവരോടും ദ്രോഹിച്ചവരോടും, പരിഗണിച്ചവരോടും അവഗണിച്ചവരോടും, കരയിച്ചവരോടും ചിരിപ്പിച്ചവരോടും എല്ലാവരോടും നന്ദി മാത്രം. നമുക്ക് മറക്കാം നമ്മിലെ തിന്മകളെ, കുറവുകളെ, വീഴ്ചകളെ. ഒരുപാട് സന്തോഷത്തോടെ അതിലുമുപരി ദുഃഖങ്ങളുമായി ഒരു വർഷം കടന്നു പോകുമ്പോൾ ബാക്കിയുള്ളത് നാം കൈവിളക്കുപോലെ കാത്തു സൂക്ഷിച്ച ആത്മബന്ധം മാത്രം. പ്രതീക്ഷയും ആത്മവിശ്വാസവും മോഹങ്ങളും കൈവിടാതെ പൊരുതാം നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടി. അറിഞ്ഞോ അറിയാതെയോ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നമ്മളാൽ കഴിയുന്ന നന്മകൾ മാത്രം ചെയ്തിടാം. ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്ന ആ സുന്ദര ലോകമാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാകട്ടെ ഈ പുതുവർഷത്തിലെ നമ്മളുടെ പുതിയ തീരുമാനവും. ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. എല്ലാ KCA കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാ KCA മെമ്പേഴ്സിനും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ 2021 എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KCA നാഗ്പൂർ ആദ്യമായി ഒരു ഓൺലൈൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. സാധാരണ സെൻറ് തോമസ് ഡേയും ന്യൂ ഇയർ ഡേയും നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം ആസ്വദിക്കുന്നത് പോലെ ഈ ഓൺലൈൻ പ്രോഗ്രാം വീഡിയോ കണ്ട് നിങ്ങൾ അതിനെ ആസ്വദിക്കുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുക. നമസ്കാരം. Dear brothers and sisters of KCA Association, first of all I wish you all a very happy New Year and season's greetings. All competitions, whether it's big or small, have its own significance. They help unleash hidden potentialities and abilities. Congratulations to all the winners of different categories. I also wish to encourage more and more people to participate in different items in the future. Wish one and all of KCA the very best 2021. Thank you. Greetings everyone. My name is Eric Malankar and I was given the privilege to be the judge for the dance competition of this year's KCA Christmas program. I was honored and, to be honest, not surprised because I'm aware
of the talent which a lot of people in KCA possess. I have seen a lot of youth grow up with the movement, and the level of talent when it comes to dance, which a lot of youngsters have in them, is like unexplainable. I've judged a few people before as well in different competitions, and it's always been a pleasure to see young people dance. Dance is one of those talents which is like not encouraged that much when it comes to the other arts nowadays. But as a judge, as a dancer myself, I would really like the parents to encourage their kids and the young ones to please, if they like the art, if they have the talent, please continue dancing. Please get some training if they are really liking the art. And yes, it's been a pleasure, as I said, to be a part of the movement, to be a part of the Christmas program. So thank you and God bless you. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അത് 3 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. Okay, so let us call our first participant, that is Catherine Ashish, and then we can see Joachim Jason. I am a honeybee. I am yellow in color. Bees are renowned for their providing high quality food. Bye. ನಾನು ನೀವುಟ ನಾನು ಮೇಲೆ ಅಮ್ಮನ ದಾಟ್ Thank you, Catherine and Joachim. We would also love to have such a sweet honeybee and this cute gardener at our place also. So let's move forward to our next program, that is singing competition. But namku ആദ്യം 10 to 15 age groups lolla participants Sia and Rosemary യുടെ പാട്ടുകൾ കേൾക്കാം. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ
proclaim to every land, Hosanna to our King. Let heaven rejoice and earth be glad. Let all creation sing. Let children proclaim to every land, Hosanna to our King. Sound the trumpet into the night, the day of the Lord is near. Wake his people, lift your voice, proclaim it to the world. Let heaven rejoice and earth be glad. Let all creation sing. Let children proclaim to every land, Hosanna to our King. Hosanna to our King. Hosanna to our King. Thank you, Sia and Rosemaria, for such a melodious performance. Our next category for singing is 50 years and above. അതിലെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ് ഡി വർഗീസ് ചേട്ടനും മിക്സി ചേച്ചിയും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൽ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൽ തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി. രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. Performance. Thank you so much, D. Varghese uncle and Mixi auntie. So our next program is Do It Yourself. അയ്യോ നിങ്ങൾ പോകാനല്ല പറഞ്ഞത്. ഇറ്റ്സ് DIY ക്രാഫ്റ്റ്. നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ആണ് ആൻ മരിയ ജെയ്സൺ. ഹലോ, ഞാൻ ആൻ മരിയ ജെയ്സൺ ആണ്. ഞാൻ പാർട്ടി ഗ്രൂപ്പിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിസ്പോസിബിൾ കണ്ടെയ്നർ കൊണ്ട് ഒരു ഡിസൈനർ ഫ്ലവർ പോട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്.
യൂഷ്വലി നിങ്ങൾ കലയാറുള്ളത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ പോട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഈസി പോട്ടാണ്, അപ്പോൾ കുറേ സാധനങ്ങൾ വേണ്ട, നമുക്ക് നോക്കാം. അപ്പോൾ 2 ഫെവിക്കോൾ വേണം, ഒരു ബ്രഷ്. മെയിൻ സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഒരു എക്സലാണ്. ഞാനിത് എക്സൽ ഒരു മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ പിന്നെ ഒരു ഫാബ്രിക് പെയിൻ യെല്ലോ കളർ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ യെല്ലോ കളർ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇത് ഡ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലവർ ഒരു പ്ലാന്റാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പ്ലാന്റും എടുത്തിട്ടുണ്ട്, ഒരു സോയിൽ. നമുക്ക് തുറക്കാം. നമുക്ക് അതിനെ ഞാൻ ഫാബ്രിക്കോൾ ഞാൻ ലെയർ ആയിട്ട് Thank you, Anne Maria, for showing us how we can use the eggshell so creatively. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? ഇത്രയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ വിശക്കുന്നില്ലയോ? അപ്പോൾ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഗ്രേസ് ചേച്ചി എന്തോ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ഗ്രേസി ജോൺസൺ. ഇപ്പം ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതായത് അരി പൊടിച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, റവ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്
ഒരു പാവ്, അതായത് 250 ഗ്രാം റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം നമ്മുടെ ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. അത് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശർക്കര ഉരുക്കി അരിച്ച് തണുത്തതാണിത്, അരിച്ചെടുത്തിരിക്കുന്നതാണ് അത്. കുറച്ച് നാളികേരം ചിരകി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യിൽ നാളികേരം ചിരകി വറുത്ത് വെച്ചത് അതിടാം. അല്ലാത്തവർക്ക് നാളികേരം ചിരകി ചെറിയ ചെറിയ പീസുകളാക്കി കൊത്തിയിട്ട് അത് വറുത്തിട്ട് അത് ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് അത് ചേർക്കണം. പിന്നെ കുറച്ച് ഏലക്കായ പൗഡർ, ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയാണ്. പിന്നെ കുറച്ച് നമ്മുടെ കറുത്ത എള്ള് അത് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മിക്സിങ് ചേർക്കാം. അപ്പോൾ ഇത് 1 പാവ് റവയാണ്, അതൊരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കണം. ആ ഉരുക്കി നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഒഴിക്കുക. കുറച്ച് മതിയിട്ട് പിന്നെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഒരുവിധം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. അതായത് നാളികേരം വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് 1, 2, 3 ടീസ്പൂൺ എത്ര നാളികേരം ചേർക്കണം അതനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് ഇലൈച്ചി പൗഡർ ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് കറുത്ത എള്ള് ചേർക്കാം. പിന്നെ മധുരത്തിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ്, കുറച്ച് നെയ്യ് ചേർക്കണം. 1 ടീസ്പൂണോ അതിൽ കുറവ് ചെയ്ത് നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ലൂസ് വേണം അതനുസരിച്ച് കുഴയ്ക്കുക. റവ ഇങ്ങനെ കുഴച്ച് ഒരു അരമണിക്കൂർ വെക്കണം. കാരണം അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ചും കൂടി ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ നല്ലപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് റവ കുറേ വെള്ളം വലിക്കുന്നത് കൊണ്ട് കുറച്ച് ലൂസാക്കിയാലും കുഴപ്പമില്ല. ഇപ്പം ഇത്ര ലൂസിൽ വെച്ചാലും നമ്മൾ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ റവ സോക്ക് ചെയ്യും. അപ്പോൾ അത് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അരമണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അതിലും നല്ലത്. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുഴച്ച് കഴിഞ്ഞാൽ ഉടനടി തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം റെഡിയായിട്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാവ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിക്കുകയാണ്. എല്ലാ കുഴികളും നിറയുന്നത് വരെ എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒരു അതും ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായത് എങ്ങനെയാണെന്ന് നോക്കാൻ അതിൻ്റെ ഒരു തുള്ളി നമ്മൾ ഇതിലൊന്ന് ഒഴിച്ച് നോക്കുക. ഇപ്പോഴേ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒഴിക്കുക. അപ്പോൾ ഇതിൽ ഒഴിക്കാനായിട്ട് നമ്മൾ തവി കൊണ്ട് ഓരോ തവി ഒഴിക്കുന്നതിനും കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലെടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് കുഴിയിൽ ഒഴിക്കാൻ ചെയ്യും. നമ്മുടെ കയ്യൊന്നും പൊള്ളില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു എളുപ്പത്തിനാണ് ഈ ഗ്ലാസ് കൊണ്ട് ഒഴിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുഴിയുടെ കുറവിൽ ഒഴിച്ചാൽ നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വരും. അതിന് നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളൊന്ന് മറച്ചിടും. ഒരു ചുമന്ന കളറൊക്കെ വരും. ആ സമയത്ത് ഒന്ന് മറച്ചിടുക. ഇതൊക്കെ മറച്ചിടാനുള്ളതായി നമ്മളത് ഒഴിച്ചതാണ്. പിന്നെ അതിൻ്റെ മൊരിയലൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മൊരിയൽ കുറവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല കളർ, കരിഞ്ഞ കളർ വരണ്ട. അപ്പോൾ അതിൽ ടേസ്റ്റിലും കുറച്ച് വ്യത്യാസം വരും.
അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്പെഷ്യലായിട്ട് ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കുക. കളറായി തുടങ്ങി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസിന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. ഇത് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. നല്ല ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണത്. കണ്ടോ, നല്ല സോഫ്റ്റാണ് സാധനം. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഉണ്ണിയപ്പം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേർക്കെങ്കിലും കാരൽ സിംഗ് ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കഴിക്കാത്തവർ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഗ്രേസ് ചേച്ചി. സിന്ധു ആൻറ്റി, ഏതൊരു പ്രോഗ്രാം ഡാൻസ് ഇല്ലാതെ ഇൻകംപ്ലീറ്റ് അല്ലേ? പിന്നല്ലാതെ. അപ്പോൾ നമുക്ക് അടുത്തതായി ഡാൻസ് കോമ്പറ്റീഷൻ കാണാം. Our first category is solo dance performance for age group 5 to 10 years. The participants are Sienna Naveen and Sneha Kapil. अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनिया मौसम छे। गई रात मन भरो बदीवार, प्रेमनिया मौसम छे। अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनिया मौसम छे। मिल जाए मुझको अगर साथ तेरा, तो भूलूं मैं सारा गाड़ा तारा, छबीला तारा, रंगीला तारा, रंग बिजुए तारी बात। गाड़ा तारा, ओए छबीला तारा, ओए रंगीला तारा, रंग बिजुए तारी बात रे। Next category for solo dance competition is 15 to 25 years and participants are Jolden, Ebin and Liz. You got me breathing underwater, baby. When you're around, I can do anything.
It's like you gave me superpowers. I'm on top of the world when I call you my girl, my heart's racing. I can't let, I'm into you, I can't let, from the to your back, pull me closer. I can't let, I'm into you, I can't let, from the to your back, pull me closer, and never let me go. नैना लगियां बारिशां ते सुके सुके सपने भी भिज गए नैना लगियां बारिशां रोवे पलकां दे कोने विच नींद मेरी नैना लगियां बारिशां हंझू डिगदे न चोट लगे दिल ते नैना लगियां बारिशां रुत बिरहा दे बदलां दी छा गई काली काली खाली रातों से होने लगी है दोस्ती खोया खोया इन राहों में अब मेरा कुछ भी नहीं हर पल हर लम्हा मैं कैसे सहता हूँ हर पल हर लम्हा मैं खुद से ये कहता रहता हूँ तुझे भुला दिया वो तुझे भुला दिया वो तुझे भुला दिया वो फिर क्यों तेरी यादों ने मुझे रुला दिया वो मुझे रुला दिया काली काली खाली रातों से होने लगी है दोस्ती खोया खोया इन राहों में अब मेरा कुछ भी नहीं हर पल हर लम्हा मैं कैसे सहता हूँ हर पल हर लम्हा मैं खुद से ये कहता रहता हूँ तुझे भुला दिया वो तुझे भुला दिया वो तुझे भुला दिया वो फिर क्यों तेरी यादों ने मुझे रुला दिया वो मुझे रुला दिया
solo dance is 25 years and above, and the participant is Shweta Tong. ये भी न जाने वो भी न जाने, नैनों के रंग नैना जाने, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। छुड़ाई घर बार मेरा मखना वे मखना, तू ही है संसार मेरा मखना वे मखना, ये पागल सा है प्यार मेरा मखना वे मखना। मैं छुड़ाई घर बार मेरा ओ मखना, छुड़ाई घर बार मेरा मखना वे मखना, तू ही है संसार मेरा मखना वे मखना, ये पागल सा है प्यार मेरा मखना वे मखना। मैं छुड़ाई घर बार मेरा ओ मखना। So our next event is couple dance. The participants for the age category 25 to 40 are Simi Albin and Simi Alina. Let's enjoy. category 50 years and above, we have D. Verghese uncle and Selen auntie. ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील सी नीली आंखें, कोई राज है इनमें गहरा। तारीफ करूं क्या उसकी जिसने तुम्हें बनाया। ये चांद सा रोशन चेहरा, जुल्फों का रंग
सी नीली आंखें कोई राज है इनमें गहरा तारीफ करूं क्या उसकी जिसने तुम्हें बनाया കണ്ണാരെ കണ്ണാരെ കടമ്പുമരം കുത്തില്ലേ പെണ്ണാലെ പെണ്ണാലെ ഉടൽ വിളിയും കേട്ടില്ലേ കണ്ണാരെ കണ്ണാരെ കടമ്പുമരം കുത്തില്ലേ പെണ്ണാലെ പെണ്ണാലെ ഉടൽ വിളിയും കേട്ടില്ലേ നീലി കണ്ണോ നിന്നു പിടിയിലവൻ തെന്നുന്നു കാലിക്കൂട്ടം നെയ്യുന്നു കളിയൊരുക്കം കാണുന്നു തയ്യേ നിന്നാലെ ഒരു വിരലാമേകം താളം കൊള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ താളം കൊള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ കണ്ണാലെ കണ്ണാലെ കടമ്പു മരം കുത്തില്ലേ കണ്ണാലെ കണ്ണാലെ ഉടൽ വിളിയും കേട്ടില്ലേ Thank you to all the dance participants, solo and couple. For their അടിപൊളി dance performance. ക്രിബില്ലാതെ നമ്മുടെ എന്ത് ക്രിസ്മസ് ആഘോഷം. So, last but not the least, our next event is crib making competition. Let us see all the crib entries.
Behold, I make all things new. Revelations 21:5. A new chapter of faith is starting in your life. Remember, life is an adventure to explore while you have fun. This is going to be great. It's time to live your life once again. It's time for change. Go for it. This is a season of new beginning, a new year, a new life, and a new day. Merry Christmas and Happy New Year. Sleigh bells ring, are you listening? In the lane, snow is glistening. A beautiful sight, we're happy tonight. Walking in a winter wonderland.